ബാക്ക് ടു ടെൽ മീ സ്റ്റോറി. ഞാൻ റീസെൻ്റ്ലി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, നിങ്ങളൊരു നോൺ നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാളാണ്, നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നാട്ടിലിങ്ങനെ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്യണം, ഒത്തിരി നല്ലതായിരിക്കും. നിങ്ങളുടെ സി വിയിൽ അത് വെക്കുവാണെങ്കിൽ ഇവിടുത്തെ എംപ്ലോയർ നിങ്ങളുടെ സി വി കുറച്ചുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, കുറച്ചുകൂടെ സി വി ഇംപ്രസീവ് ആക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് വന്ന ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യുമെന്ന്. എനിക്ക് നാട്ടിൽ ഒത്തിരി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് ട്രസ്റ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കരുത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണല്ലോ, പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് വിചാരിക്കരുത്. കാരണം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതുവരെ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാനിത് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്നാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വരാനായിട്ട്. എന്നും പറഞ്ഞിട്ട് ഈ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് ഇവിടെ കിട്ടുമെന്നല്ല. ഇവിടെ നിങ്ങൾ വരാനിരിക്കുന്ന ഒരാളാണ്, ഇതിന് ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കും ഈ ട്രെയിനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഹീറ്റ് അക്കാഡമിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവർ പലതരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 13 തുടങ്ങി 16 തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ, അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സ്, നഴ്സസിന്, ഇങ്ങനത്തെ ഈ 3 ജോബ് കാറ്റഗറിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇവർ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഈ മെയിൻ അവരുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിനകത്ത് BLS ട്രെയിനിങ്, മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ്, ഫയർ ആൻഡ് സേഫ്റ്റി, അങ്ങനത്തെ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. പിന്നെ അതിന് പുറമെ UK ഫോർമാറ്റിലുള്ള CV പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അവർ തുടക്കം തന്നെ നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ അസസ്മെൻറ്റിലൂടെ അവർ അസസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ IELTS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഞാൻ IELTSൻ്റെ കാര്യമൊക്കെ നിൽക്കട്ടെ, കാരണം IELTS പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പക്ഷെ മെയിനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ മിസ്സാക്കരുത്. കാരണം അത് 1 വീക്ക് കോഴ്സാണ്. അപ്പോൾ ഒത്തിരി നാളൊന്നും നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കണ്ട. ഒരാഴ്ചയും കൊണ്ട് നമുക്ക് ആ ട്രെയിനിങ് കോഴ്സുകൾ എടുക്കാം. അതിനകത്ത് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് തരും. ഈ ട്രെയിനിങ് കോഴ്സ് കിട്ടി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു UK ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CVയിൽ ഇത് വെക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണെന്ന് പറയുമ്പോൾ എംപ്ലോയർക്ക് അത് കുറച്ചും കൂടെ ഇംപ്രസിങ് ആയിരിക്കും. കാരണം ഇവിടെ വരുന്ന ഓരോ നഴ്സിനോ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനോ ഈ ട്രെയിനിങ്ങുകളൊക്കെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ കെയർ ഹോമുകളും കൊടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്നാലും ട്രെയിനിങ് ചെയ്യണം കേട്ടോ. എന്നാൽ പോലും കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹോയിസ്റ്റ്, ഓങ്കോ എന്നൊക്കെ പറഞ്ഞ പലതരം മെഷീനുകളുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ബെഡിൽ നിന്ന് ചെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോബാണ് ചെയ്യണമെന്നുള്ളത്. ഇതുപോലെ തന്നെ ഹീറ്റ് അക്കാഡമിയിൽ അവർ UK ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ സ്പോൺസർ ചെയ്യുന്ന കെയർ ഹോമിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് ആ കെയർ ഹോമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ്ങുകളുടെ ഒപ്പം തന്നെ നമ്മൾ എക്സ്പീരിയൻസും ഒപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം മിനിമം ഒരു 3 മാസമെങ്കിലും ഒരു എക്സ്പീരിയൻസ്. ഇപ്പം നാട്ടിലിപ്പോൾ ഒരു നോൺ നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ പോലും ഇഷ്ടംപോലെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് 2-3 മാസമൊക്കെ ഒന്ന് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CVയിൽ വെക്കാൻ പറ്റുമല്ലോ. കാരണം നിങ്ങളിപ്പോൾ ഈ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ നമ്മൾ ചുമ്മാ ഒരു കെയർ വിസയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്രയ്ക്കങ്ങ് അവർക്ക് ഒരു വിശ്വാസം ആവത്തില്ല, എന്തിനാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ അതിനൊരു റീസൺ വേണ്ടേ, നമ്മൾ ഇന്ന ജോലിയിൽ ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CV കുറച്ചുകൂടി ഒരു ഇംപ്രസീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എക്സ്പീരിയൻസും കൂടെ ഒപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഹീറ്റ് അക്കാഡമി കൊച്ചി ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒത്തിരി ദൂരെ, ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തുമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇത് 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണതുകൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല. ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ അവരെ ഫോം വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാനിപ്പോൾ ഈ IELTS പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു, ഇന്ന ട്രെയിനിങ് കൊടുക്കുന്നു പറഞ്ഞു എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ ഫോൺ ചെയ്തിട്ട് നിങ്ങളെ ചോദിക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കുക. അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ പറഞ്ഞു തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.